ഹലോ. അപ്പൊ ദേ ഇൻഫോ പാർക്കിലെ എന്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. Hi guys, welcome back to her channel. വെൽക്കം ഒക്കെ കിട്ടിയില്ലേ? ദിവ്യ എന്റെ ഒരു കൊളീഗാണ്. അപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതാണ്ട് പുള്ളിക്കാരി വന്നതാ വെൽക്കം ചെയ്യാൻ. സോ ദേ നമ്മൾ ഇന്ന് സെലിബ്രേഷൻ ഡേ ആണ്. എന്നാലും നമുക്ക് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. വർക്കിന്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ രാവിലെ വന്ന് നമ്മളെ ലോഗിൻ ഒക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നേരെ വന്നിരിക്കുന്നത് സദ്യ കഴിക്കാനാണ്. നമ്മൾ ടീമായിട്ടാണ് സദ്യ കഴിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ സ്ലോട്ട് ഒക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 12 മണിക്കായിരുന്നെങ്കിലും നമ്മൾ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി, 1 മണി 1:30 ആയപ്പോഴാണ് നമ്മൾ ഈ സദ്യ കഴിക്കുന്നത്. അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തു. അതിനുശേഷം ദേ വൈകിട്ട് 3:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ഔട്ട്ഡോർ ഇവന്റ്സ് ഒക്കെ സ്റ്റാർട്ടായി. ഫസ്റ്റ് ഉറിയടി ആയിരുന്നു. ഗേൾസിനും ബോയ്സിനും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടിരിക്കാൻ നല്ല കൗതുകം ഉണ്ടായിരുന്ന കളി തന്നെയായിരുന്നു. അതിനുശേഷം നമ്മുടെ ലെമൺ സ്പൂൺ റേസ് ഫസ്റ്റ് ഗേൾസിന്റെയും പിന്നീട് ബോയ്സിന്റെ ഒക്കെ നടന്നു. എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും ആ ഒരു സ്പിരിറ്റിൽ തന്നെയായിരുന്നു കളികളിലൊക്കെ പങ്കെടുത്തത്. ഇടയ്ക്ക് കുറെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ദേ ഇതിലുള്ള ഈ പച്ച ധാവണി നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ജീസ്മോള്. കിട്ടിയില്ല ആൾക്ക്, എന്നാലും ഇതൊക്കെ ഒരു സ്പിരിറ്റ് അല്ലേ ഓണത്തിന്റെ. അത് കഴിഞ്ഞതേ ബോയ്സിന്റെ ലെമൺ സ്പൂൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതില് സെക്കൻഡ് നിൽക്കുന്ന രാഹുല് നമ്മളെ ക്യാപ്മേറ്റ്സ് ആണ്. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി. ഇടയ്ക്ക് ചിരിക്കാനുള്ള ഒരു സംഭവമായിരുന്നു ഈ ചേട്ടനെ ലെമൺ സ്പൂൺ റേസ്. ആള് ഓടുവാണ്. അപ്പൊ ആളിതേ ഫൈനലിലും ഉണ്ട്. പക്ഷെ ആള് ചെറിയ ഫൗൾ അടിച്ചു. കാരണം സ്പൂൺ അങ്ങ് വായുടെ ഉള്ളിലോട്ട് കൂടുതൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നാരങ്ങ അനങ്ങാതെ അവിടെ നിന്നത്. അതുകൊണ്ട് ഫൗള് വിളിച്ച ആളെ ഒന്നും കൂടി ചെയ്യിപ്പിച്ചേ. പക്ഷെ അതിൽ കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ആള് മാസായേനെ. എന്നാലും അതെന്തായാലും എല്ലാവർക്കും ഒരു കൗതുകവും ചിരിക്കാനുള്ള ഒരു സംഭവമായിരുന്നു. നമ്മള് ഫോർമൽ ആയിട്ടുള്ള കളികൾ മാത്രം പോരല്ലോ, ഇതുപോലെ മറ്റുള്ളവർക്ക് ചിരി പകരുന്ന കുറച്ച് പേഴ്സൺസ് നമുക്ക് ഇടയിൽ വേണ്ടേ. അപ്പൊ അതിനുശേഷം ഇതേ വടംവലിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും നിരന്നിരിക്കുന്നത്. നമുക്കൊരു മാവേലിയൊക്കെ ഉണ്ടായിരുന്നു. വടംവലിയാണ് ഏറ്റവും വലിയ ആവേശം ഉണ്ടായിരുന്ന കളി. അതെല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തത്. ഓരോ ടീംസ് ആയിട്ട് തിരിഞ്ഞ് അതിൻ്റെതായ ഒരു ടീം സ്പിരിറ്റിലുള്ള വടംവലി തന്നെയായിരുന്നു. അപ്പൊ ഇത് കുറേ റൗണ്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഈ ഔട്ട്ഡോർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തതെങ്കിലും ഇടയ്ക്ക് വെച്ച് നമുക്ക് മഴയൊക്കെ കിട്ടിയായിരുന്നേ. പിന്നീട് നമ്മുടെ വടംവലിയൊക്കെ നടന്നത് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ 3rd ഫ്ലോറിലായിരുന്നു. അതേപോലെ ഗേൾസിന്റെ വടംവലിയുടെ ഫൈനലും എല്ലാം നടന്നത് അവിടെ വെച്ചായിരുന്നു. നമുക്ക് മ്യൂസിക്കൽ ചെയർ മിസ്സായി. ആദ്യം ഇവിടെ പുറത്ത് വെച്ച് നടത്താനാണ് ഇരുന്നത്. പക്ഷെ പിന്നീട് സമയക്കുറവ് കാരണമോ മഴ കാരണമോ ഒക്കെ നമുക്ക് അത് നടന്നില്ല. ഭയങ്കര ആവേശമുള്ള ഒരു വടംവലി തന്നെയായിരുന്നു. അപ്പൊ ഇത് ഗേൾസിന്റെ ഫൈനൽ ആണ്. ഇതിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, രാധിക. രാധികയുടെ ടീം തന്നെയാണ് ജയിച്ചത്, നമ്മുടെ ജിഞ്ചർ സൗത്ത് സെൻട്രൽ. ഭയങ്കര സന്തോഷമായിരുന്നു. അത് അത്ര ഈസിയുള്ള വലിയായിരുന്നില്ല, നല്ല വാശിയേറിയ വടംവലി തന്നെയായിരുന്നു. അതിനുശേഷം ബോയ്സിന്റെ വടംവലി ഫൈനൽ. ഇതൊക്കെ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ആണ്, നമ്മുടെ 3rd ഫ്ലോർ. മഴ കാരണമാണ് നമ്മൾ പുറത്തുനിന്ന് മാറി ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. നമുക്ക് കുറേ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. വലിയ റൗണ്ട് ആയിട്ടുള്ള തിരുവാതിരയായിരുന്നു. നല്ല രസമായിരുന്നു തിരുവാതിര. നല്ല പെർഫെക്റ്റ് തിരുവാതിരയായിരുന്നു. ഇത് നമ്മുടെ കലാശക്കൊട്ടാണ്. കലാശക്കൊട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വന്നില്ല എന്ന് വേണം പറയാൻ. ഇതിന്റെ ഉള്ളിലായി പോയത് കൊണ്ടിട്ട് നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ഔട്ട്ഡോറിൽ നിന്ന് നമ്മുടെ റിസപ്ഷൻ വരെ ശിങ്കാരികളൊക്കെ കൊട്ടി വന്നതൊക്കെ ഭയങ്കര ഒരു മെമ്മറബിൾ മൊമെന്റ് ആയിരുന്നു. എന്നാലും ഇതും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ.
നമ്മൾ അങ്ങനെ തന്നെ അടിപൊളിയായിട്ട് തന്നെ കലാശക്കൊട്ടൊക്കെ നടത്തി. എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഔട്ട്ഡോർ ഇവന്റ്സ് ഒക്കെ കഴിഞ്ഞതായിരുന്നു. പിന്നെ നമുക്കൊരു വൈകിട്ട് 7:30 ഒക്കെ ആയിട്ടാണ് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ആയത്. നമുക്ക് കേരള ശ്രീമാൻ, മലയാളി മങ്ക, ബെസ്റ്റ് കപ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫോൺ അലോക്കേറ്റ് ചെയ്യില്ല, നമുക്ക് പ്രൊഡക്ഷൻ ഫ്ലോറിന്റെ ഉള്ളിൽ. അതുകൊണ്ട് അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതെനിക്കൊരു വേറൊരു കൊളീഗ് വഴി കിട്ടിയതാണ്. നമുക്കൊരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ആണിത്. ഇതും ആക്ച്വലി നമ്മൾ പുറത്ത് വെച്ചാണ് പ്ലാൻ ചെയ്തത്, മഴ കാരണമാണ് ഇത് ഉള്ളിലായത്. ഇതിന് ശേഷം നമുക്ക് മെഗാ ലക്കി ഡ്രോ ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് TV ആണ്. കൂടാതെ ട്രോളി ബാഗ്സ്, എയർപോഡ്, ഈവൻ മോസ്കിറ്റോ ബാറ്റ് അടക്കം നമുക്ക് ഒട്ടേറെ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്ട്രാഡയുടെ തന്നെ ഒരു മെയിൻ ഇവന്റ് ആണ് നമ്മുടെ ലക്കി ഡ്രോ. അപ്പൊ ഏതായാലും ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നിങ്ങൾക്കും നല്ലൊരു അടിപൊളി ഓണം ആഘോഷിക്കുകയാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ ബൈ.